നമഹ എന്ന് പറ. നമഹ. എന്റെ ശബരിമല മുര. ഇത് ആസാനോട് അടിച്ച് ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. സാധനത്തിന് പുള്ളിങ് പോരാ, അങ്ങോട്ട് അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഒരു ബിയർ, ഓൺലി വൺ ബിയർ, സീരിയസ്ലി? ഞാൻ ഈ FIR വായിച്ചിരുന്നേ. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കാണിക്കാം. എന്താ ഉറക്കം വരുന്നു. ഇയാളുടെ ഉച്ഛ്വാസവായുവിലും സംസാരത്തിലും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനാൽ ഉച്ഛ്വാസവായു പരിശോധിക്കുന്നതിൽ 82 മില്ലിഗ്രാം പെർ 100 ml എന്ന് കാണുകയും ചെയ്തു. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗൂഗിളിന്റെ അടുത്ത് ആശ്രയം തേടി. അപ്പം ഗൂഗിൾ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. 30 മില്ലിഗ്രാമിൽ താഴെയാണെങ്കിൽ അത് ലീഗലാണ്. അതിൽ മുകളിലാണെങ്കിൽ മാത്രമാണ് കേസ് എടുക്കാനുള്ള വകുപ്പ്. പിടികിട്ടിയോ? ഹെലനെ ഊതിയപ്പോ കിട്ടിയത് 82. അത് ഈ 82 എന്ന് പറയുന്നത് ഗൂഗിൾ പറയുന്നത് ഹൈലി ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ ഹൈലി ആൽക്കഹോളിക് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹെലൻ ഇല്ലയോ? ഹെലൻ അങ്ങനെ ഒരു ബിയർ അടിച്ചു അങ്ങനെ കള്ളൊന്നും പറയത്തില്ല, നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇത് ഒന്നും കൂടെ ഗൂഗിളിന്റെ അടുത്ത് ചോദിച്ചു, ഒരു ബിയർ അടിച്ചു കഴിഞ്ഞാൽ 82 കാണിക്കൂ? അപ്പൊ ഗൂഗിൾ പറഞ്ഞ മറുപടിയാണ് നിൽക്കാം, ഇല്ലെന്ന്. നോ, ഒരു ബിയർ അടിച്ചു കഴിഞ്ഞാൽ 82 കാണിക്കൂലെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇത് പ്രശ്നമാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 സ്റ്റാൻഡേർഡ് ബിയർ അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ 82 എന്ന് പറയുന്ന കണക്ക് കാണിക്കുമെന്നാണ് ഗൂഗിള് പറയുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല, നമ്മൾ അവസാനം അടുത്തു. ഞാനൊരു പോലീസുകാരൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി തിരക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിയും പറഞ്ഞത് 82 കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്നാണ് പുള്ളിയും പറഞ്ഞത്. ശരിക്കും തന്നല്ലേ? കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോട്ടിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. അവിടെയും ഒരു ചെറിയ ഒരു പെശക് എനിക്ക് ഫീൽ ചെയ്തു. FIR പ്രകാരം രാത്രി 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി 2 മണിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ ഇത്ര ആളുകൾ കൂടുന്നത്? പോലീസിന്റെ സാധനം കണ്ടിട്ട് സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. ഉള്ളത് പറയടാ മോളെ, നീ ഉള്ളത് പറ. നീ അതുകൊണ്ടാണോ ഓടിയത്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സത്യം പറ. കുടിച്ചിട്ടുണ്ട്. പോലീസ് വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് വെച്ചനത്തി വിട്ട്. പോലീസ് പുറകെ വരുന്നു എന്ന് മനസ്സിലായി. വേറെ വഴിയില്ല. വീടിന്റെ മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ നിർത്തി സാറേ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഇനി മേലിത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ.